സൗഹൃദത്തിൻ്റെ ഓർമ്മകളിൽ ഇവർക്ക് പ്രായാധിക്യം ഒരു പ്രശ്നമായി തോന്നിയില്ല. 10ാം ക്ലാസ് പഠനത്തിൻ്റെ കാലത്തെയും ഒപ്പം നടന്ന വഴികളെയും പഠനകാലത്തെ കണക്കെഴുത്തുകളെയും വീണ്ടും കൂട്ടിയിണക്കി ഒന്നിച്ചപ്പോൾ സഹപാഠികൾക്ക് അത് ജീവിത സായന്തനത്തിലെ അപൂർവമായ അവസരവും അത്ര തന്നെ ആഹ്ലാദവുമാണ് കൈവല്യമായത്. മുതൽ 1971 വരെ ഒന്നിച്ചു പഠിച്ചവരുടെ സൗഹൃദ സംഗമമാണ് അനുഭവത്തിന്റെ ഇതളുകളാക്കി വീണ്ടും കൂട്ടിയിണക്കിയത്. 1971 മാത്തിൽ ഗവൺമെന്റ് സ്കൂളിൽ 10ാം തരം പഠിച്ച് ഭിന്നമേഖലയിലേക്ക് ചേക്കേറി പിരിഞ്ഞിറങ്ങിയവരാണ് പെരിങ്ങോത്ത് കഴിഞ്ഞ ദിവസം വീണ്ടും ഒത്തുചേർന്ന് സൗഹൃദ സംഗമത്തിലെ കണ്ണികളായത്. പെരിങ്ങോമേറയിലെ MK രാമകൃഷ്ണന്റെ ഭവനത്തിലാണ് ചങ്ങാതിക്കൂട്ടം ഒത്തുകൂടിയത്. നമ്മുടെ എനിക്കൊന്ന് 5ാമത്തെയോ 6ാമത്തെയോ നമ്മുടെ സംഘമാണ്. നമ്മൾ ഇന്ന് എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 55 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ സംഗമത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടത്. 55 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1971 നമ്മൾ SLC 1971 നമ്മൾ SLC കഴിഞ്ഞവരാണ്. മാത്തിൽ ഹൈസ്കൂളിൽ നിന്ന് കഴിഞ്ഞവരാണ്. നമ്മുടെ ഒരു 5 വർഷം മുമ്പാണ് നമ്മുടെ ഈ ഒരു സംഗമം നമ്മൾ തുടങ്ങിയത്. വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടുള്ള ഒരു ഉദ്യമം എന്ന് പറഞ്ഞ് പുതിയ ഓരോരാളുടെയും വീടുകളിൽ വെച്ചിട്ട് ഏതെങ്കിലും ഹോട്ടലുകളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ വെച്ച് സംഗമിക്കുന്നതിന് പകരം ഓരോരാളുടെയും വീടുകളിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിന് വരെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ സന്തോഷം ഉള്ളതുപോലെ തന്നെ നമ്മളെ ഏറെ ദുഃഖപ്പെടുത്തുന്ന കാര്യങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ ഈ സംഗമങ്ങൾ ചേർന്ന് ഇത് പരിപാടി തുടങ്ങിയതിന് ശേഷം മിക്കവാറും നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ വീടുകളിൽ വെച്ച് നടക്കുന്ന സന്തോഷമുള്ള കാര്യങ്ങളിലും അതേപോലെ തന്നെ അവർക്ക് വ്യസനം ഉണ്ടാകുന്ന സമയങ്ങളിലും അവരെ ആശ്വസിപ്പിക്കുന്നതിനും നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കാലം പഴയതാക്കിയെങ്കിലും ജീവിതത്തിന്റെ പുതിയ ട്രെൻഡിനൊപ്പമുള്ള വാട്സാപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഇവരും ഒന്നിച്ചത്. പാട്ടുപാടിയും കഥ പറഞ്ഞും ഇഷ്ടവിഭവങ്ങൾ ഒരുക്കി കഴിച്ചുമാണ് അനുഭവങ്ങൾ ചേർത്ത് വെച്ച് ഇവർ സായന്തനത്തിലെ സ്നേഹസൗഹൃദം പങ്കുവച്ചത്. എല്ലാവരും വന്നതുകൊണ്ട് വളരെ സന്തോഷം. എല്ലാവരെയും ആഗ്രഹമായി സ്വീകരിക്കുന്നു. സന്തോഷം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് സ്കൂൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ്. അതിൽ ഒരു അർത്ഥമുണ്ട്, എല്ലാ പാട്ടിനും അർത്ഥമുണ്ട്. S for scholar, C for friendliness, H for honesty. ജീവിതത്തിൽ ഏറ്റവും വലിയ സത്യസന്ധത, അത് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ. O for originality, O objection, L for love. അതിനാണ് ഏറ്റവും പ്രധാനം. വലിയൊരു അനുഭവം ജീവിതത്തിൽ എല്ലാവരും കുട്ടികളെ ഇന്ന് അറിഞ്ഞിട്ട് ഏറ്റവും വലിയ കാര്യം ഒരു പാട്ടിന് ഹൃദയം 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 ദേവാലയം. ആ ദേവാലയത്തിൽ എന്താണ്? ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ട് നടത്താറുണ്ട്. എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ഓരോ കാര്യങ്ങൾ. അപ്പം ചിന്തകൾ മുട്ടാപ്പ് ചാർത്താറുണ്ട് ഇവിടെ. ആ പാട്ടിൻ്റെ അർത്ഥം എന്താണ്? അന്നേരം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഓരോന്നും നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഹൃദയത്തിലെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്.
നമ്മൾ നല്ല ചിന്തകളും മോശം ചിന്തകളും എല്ലാം ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന മറ്റെവിടെ നിന്നും ഉണ്ടാവുന്നതല്ല. സംഗമം പെരിങ്ങോം രാമകൃഷ്ണന്റെ വീട്. ഇതാണ് നമ്മളെ അത് വേണ്ട, എന്തായാലും ഒന്ന് കട്ട് പീസാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് വിതരണം ചെയ്താൽ ചടങ്ങ് കേക്ക് മുറിച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. വി.പി. ചന്ദ്രമോഹൻ നായനാർ അധ്യക്ഷത വഹിച്ചു. വി.പി. വിജയൻ, സി. രവീന്ദ്രൻ, കെ.പി. രേവതി, എം.കെ. രാമകൃഷ്ണൻ, ആർ. കോമളവല്ലി, ടി. ഉണ്ണികൃഷ്ണൻ, കെ.വി. രാധാകൃഷ്ണൻ, ടി.കെ. രാഘവൻ, പി.വി. ബാലകൃഷ്ണൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. കലാപരിപാടികൾ അവതരിപ്പിച്ച് അനുഭവങ്ങൾ പങ്കുവെച്ചും ഏറെ സന്തോഷിച്ചു. കാലമേറെ കടന്നുപോയാലും 10ാം ക്ലാസ് പഠനത്തിന്റെ മാധുര്യവും ആത്മാർത്ഥതയും സ്നേഹവും ഇണക്കവും പിണക്കവും ഓർത്തെടുക്കാനുള്ള അപൂർവ സന്ദർഭത്തിൽ ഒന്നിച്ചു കൂടിയവരുടെ ഗ്രൂപ്പ് ഫോട്ടോയിലാണ് ഓർമ്മകളുടെ താളവട്ടമായി ഇവർ ഒപ്പമുള്ളവരുടെ ചിത്രം തെളിയിച്ചു വെച്ചത്. വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.